സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓഡിയോ ഫോർമാറ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഓഡിയോ ഫോർമാറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ടൈപ്പിലാണ് ഇത് വരുന്നത്. ഇത് ലോസി ഓഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓഡിയോസ് ഉണ്ട്, അതുപോലെ ലോസ്ലെസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഡിയോ ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ആക്ച്വലി ഓഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ പുതിയതായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മേ ബി ഇങ്ങനെ 2 സംഭവങ്ങളിലൂടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ലോസി എന്ന് പറയുന്നത് ഈ എന്താ പറയുക, പേര് പറയുന്ന പോലെ തന്നെ ലോസ്ലെസ് ആയിട്ടുള്ള ഓഡിയോയുടെ കുറച്ച് നമുക്ക് ഇനോഡിബിൾ ആയിട്ടുള്ള, അതായത് ഹ്യൂമൻ ബീയിങ്സിന് കേൾക്കാൻ പറ്റാത്തതും പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് സൗണ്ട്സിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഡീറ്റെയിൽസ് നമുക്ക് അപ്പോൾ പോകുമല്ലോ. കാരണം ഇത് എന്താ പറയുക, നമുക്ക് കേൾക്കാൻ പറ്റാത്തതും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്തതും ഒക്കെ കളയുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പോകുവാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്ന ഓഡിയോസാണ് ഈ ലോസിയിൽ വരുന്നത്. ലോസ്ലെസ് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് എന്താണോ റെക്കോർഡ് ചെയ്യപ്പെട്ടത് അത് അതുപോലെ തന്നെ, അല്ലെങ്കിൽ എന്താണോ മിക്സ് ചെയ്ത് ഔട്ട് വരുന്നത്, അപ്പോൾ അതിന് ക്വാളിറ്റി ഡിഫറൻസ് ഒന്നും ഇല്ലാതെ അങ്ങനെ കിട്ടുന്ന ഓഡിയോ ഫോർമാറ്റ്സ് ആണ് ഈ ലോസ്ലെസ് എന്ന് പറയുന്ന ഓഡിയോയിൽ വരുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാരും കേൾക്കുന്നത് ലോസി ഫോർമാറ്റിൽ തന്നെയാണ്. കാരണം ലോസി ഫോർമാറ്റാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്ന MP3 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് ഈ ലോസി ഫോർമാറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഈ ലോസി ഫോർമാറ്റിനെ പറ്റിയിട്ട് ആദ്യം ഞാൻ പറയാം. അപ്പോൾ ലോസി ഓഡിയോ ഫോർമാറ്റ്സിന് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, അത് MP3 തന്നെയാണ്. കാരണം ഏറ്റവും വൈഡ് സ്പ്രെഡായിട്ട് യൂസ് ചെയ്യുന്ന, ഇപ്പോൾ വന്നിട്ട് കുറേ വർഷങ്ങളായി സ്റ്റിൽ ഇപ്പോഴും യൂസ് ചെയ്ത് പോകുന്നൊരു ഓഡിയോ ഫോർമാറ്റാണ് MP3 എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോംസും അതുപോലെ സ്ട്രീമിംഗ് സർവീസസും ലോക്കലി ഒക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്തേക്കുന്ന ഫോർമാറ്റ് അതാണ്. പിന്നെ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ് M4A, അതുപോലെ തന്നെ AAC, ഓപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർമാറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഓഡിയോ ഫോർമാറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയോനെ കംപ്രസ് ചെയ്യുകയാണ്. കംപ്രസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഡേറ്റ കളയുകയാണ്. അതൊരു അൽഗോരിതമാണ്, അത് ഡിസൈഡ് ചെയ്യും ഓക്കെ ഒരാൾക്ക് ഈ പർട്ടിക്കുലർ ഓഡിയോ അത്യാവശ്യം വൃത്തിയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സംഭവങ്ങൾ ആവശ്യമുണ്ടെന്നില്ല. അപ്പോൾ അത് നമ്മൾ കളയുകയാണെന്നുണ്ടെങ്കിലും ഇതിനെ കേൾക്കേണ്ട രീതിയിൽ തന്നെ കേൾക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു അൽഗോരിതം ഇത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഒരു ലോസ്ലെസ് ഓഡിയോ എത്ര സൈസ് ഉണ്ടാകും, അതിൻ്റെ എന്താ പറയുക 10-1 മാത്രം ഉണ്ടാകുള്ളൂ ഈ പറയുന്ന ഈ ലോസി ഓഡിയോ ഫോർമാറ്റ്. അതായത് ഒരു MP3 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഒരു 10 MB ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ ഒറിജിനൽ ലോസ്ലെസ് എന്ന് പറയുന്നത് മേ ബി 150 ഒക്കെ ഉണ്ടാവും, 50 MB ഒക്കെ ഉണ്ടാവും ലോസ്ലെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി നടക്കുന്നത്. ഓരോ ഓഡിയോ ഫോർമാറ്റ്സിനെ എടുത്ത് പറയാൻ ഒരു സെപ്പറേറ്റ്, ഇപ്പോൾ MP3 ആണെങ്കിൽ തന്നെ MP3നെ പറ്റി സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. കാരണം ഇവിടെ അങ്ങനെ എടുത്ത് പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത് ഇങ്ങനെ കൂടി പോകും. ഓക്കെ, അപ്പോൾ അടുത്തത് ലോസ്ലെസ് ഓഡിയോ ആണ്. ലോസ്ലെസ് ഓഡിയോ മിക്സ് ചെയ്ത് ഔട്ട് എടുത്തത് എന്താണോ അതിന് പ്രത്യേകിച്ച് ഒരു ചേഞ്ചസ് ഒന്നും ഇല്ലാതെ അതേപടി തന്നെ, അതായത് ഓഡിയോയ്ക്ക് ലോസ് ഇല്ല. അതാണ് സിമ്പിളി ആ പേര് സജസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പേരിൻ്റെ അർത്ഥം എന്താണ് അത് തന്നെയാണ് അവിടെ ഉള്ളത്. ലോസ്ലെസ് ഓഡിയോ ഫോർമാറ്റ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ളതാണ്, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് വേവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർമാറ്റ്. അതുപോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫ്ലാക്ക് ഉണ്ട്. ആപ്പിളിൻ്റെ തന്നെ ഒരു ലോസ്ലെസ് ഫോർമാറ്റ് ഉണ്ട്, അതായത് ALAC എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ലോസ്ലെസ് ഓഡിയോസ് ആണ്. ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് ഇതെല്ലാമാണ്. എന്നാലും വേവ് തന്നെയാണ് കൂടുതലും, വേവും ഫ്ലാക്കും ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ലോസ്ലെസ് ആയിട്ട്. ലോസ്ലെസ് ഫയൽസിന് നല്ല സൈസ് ഉണ്ടാകും. എത്രയാണ് അതിൻ്റെ സാമ്പിൾ റേറ്റും, കഴിഞ്ഞ പറഞ്ഞ സാമ്പിൾ റേറ്റും ബിറ്റ് ഡെപ്തും എത്രയാണ് എന്നതനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 16 ബിറ്റ് ആണ് ഓഡിയോ എന്നുണ്ടെങ്കിൽ, അതായത് 16 ബിറ്റ് 44.1 kHz സാമ്പിൾ ചെയ്തേക്കുന്നൊരു ഓഡിയോ ആണെന്നുണ്ടെങ്കിൽ, ഒരു 5 മിനിറ്റുള്ളൊരു പാട്ടാണെന്നുണ്ടെങ്കിൽ അത് ഒരു 50 MB 60 MB ഒക്കെ ഉണ്ടാവും. ഈ സാമ്പിൾ റേറ്റും ബിറ്റ് ഡെപ്തും ഒക്കെ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ഇതിൻ്റെയൊക്കെ ഫയൽ സൈസ് മാറും. അതായത് 24 ബിറ്റ് ഓഡിയോ 192 kHz ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 200-ഉം 150-ഉം MB ഒക്കെ സൈസ് വരും. അപ്പോൾ അതാണ് ലോസ്ലെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ളൊരു ബേസിക് ഔട്ട്ലുക്ക് ഇതാണ്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ഈ 2 ഓഡിയോ ഫോർമാറ്റ്സ് നമ്മൾ യൂസ് ചെയ്യണം, അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മൾ ലോസ്ലെസ്സിൽ തന്നെ കേൾക്കണം എന്ന് പറയുന്നു. പക്ഷേ അത് നമ്മൾ ലോസ്ലെസ്സിൽ കേൾക്കണമെന്ന് പറഞ്ഞാൽ ലോസ്ലെസ്സിൽ കേൾക്കണം. കാരണം നമുക്ക് ആ ഓഡിയോയുടെ കംപ്ലീറ്റ്നെസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോസ്ലെസ്സിൽ തന്നെ കേൾക്കണം. പക്ഷേ നമ്മുടെ കയ്യിരിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഡിവൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ പറഞ്ഞ ലോസ്ലെസ് ഓഡിയോ കൊണ്ടുപോയി നമ്മൾ പ്ലേ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഒരു ചെറിയ നമ്മുടെ ഫോണൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ MP3 തന്നെ പ്ലേ ചെയ്യുമ്പോൾ നമുക്കത് മോർ ദാൻ ഇനഫാണ്. ലോസ്ലെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോസ്ലെസ് വെച്ച് കേൾക്കാം. പക്ഷേ ഈ സ്പേസ് എന്ന് പറയുന്നൊരു കൺസ്ട്രെയിൻ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതൊരു വയർലെസ് ഓഡിയോ വെച്ചിട്ടാണ് കേൾക്കുന്നത്, അതായത് വയർലെസ് ഹെഡ്ഫോണൊക്കെ വെച്ചാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ലോസ്ലെസ് ഓഡിയോ കേൾക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ.
കാരണം അതെന്തായാലും വീണ്ടും ഈ പറഞ്ഞ പോലെ സൈസ് കുറക്കും. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെഡ്ഫോൺസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ഹെഡ്ഫോണൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ MP3 തന്നെ കേൾക്കാം. ഒരു എന്താ പറയുക, MP3യും അതിൻ്റെ തന്നെ ലോസ്ലെസ് ആയിട്ടുള്ള ഒരു വേവ് ഫയലും കൂടെ വെച്ച് നിങ്ങളെ കേൾപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എൻകോഡ് ചെയ്ത MP3, അതായത് മാക്സിമം ക്വാളിറ്റിയിൽ എൻകോഡ് ചെയ്ത MP3ക്ക് തന്നെ പല പല സൈസിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതായത് ഈ 320 kbps എന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം. 320 kbps എൻകോഡ് ചെയ്തേക്കുന്ന MP3s എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ടു ലോസ്ലെസ് ആയിരിക്കും. അത് AAC ആണെന്നുണ്ടെങ്കിലും എല്ലാ ഫോർമാറ്റ്സും അങ്ങനെ തന്നെയാണ്. ഫോണിലൊക്കെയാണ് പാട്ട് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ ലോസ്ലെസ് ഓഡിയോ ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ലോസ്ലെസ് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോസ്ലെസ് വെച്ച് കേൾക്കുക. ഇപ്പോൾ ഫോണിൻ്റെ കൂടെ നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ ഡാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഔട്ട്പുട്ട് തരാൻ പറ്റുന്ന ഒരു എക്സ്റ്റേണൽ ഡാക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോസ്ലെസ് വെച്ച് കേൾക്കാം. കാരണം നല്ലപോലെ ഔട്ട് തരുന്നൊരു ഡാക്കിലേക്ക് നമ്മളൊരു ലോസ്ലെസ് ഓഡിയോ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ലോസ്ലെസ് ഓഡിയോയുടെ ഈച്ച് ആൻഡ് എവറി ബിറ്റ് അത് ഡീകോഡ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഫോണിലിരിക്കുന്ന ഇൻബിൽറ്റ് ഡാക്കുകൾക്കൊക്കെ പരിമിതികളുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഇൻബിൽറ്റ് ഡാക്ക് 24 ബിറ്റ് ആണ്, 32 ബിറ്റ് ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ 32 ബിറ്റും 24 ബിറ്റും ഒക്കെ അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അത് ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ പ്രോപ്പറായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല. മേ ബി ലൗഡ്നെസ് ഉണ്ടാകും, പക്ഷേ ഡീറ്റെയിൽസ് ഉണ്ടാകണമെന്നുള്ളത് കേട്ട് തന്നെ അറിയേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഡിവൈസ് അനുസരിച്ചിട്ട് നിങ്ങൾ ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. പറഞ്ഞില്ല, ഇപ്പോൾ ഫോണിലാണ് എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ലോസി ഫോർമാറ്റ് തന്നെ കേട്ടാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഇനി ലോസ്ലെസ് ഓഡിയോ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ലോസ്ലെസ് കൂടുതലായിട്ടും ഹൈഫൈ സിസ്റ്റംസ്, അതായത് ഈ പറഞ്ഞ ഹൈറസ് ഓഡിയോ ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ ഈ പറഞ്ഞ ലോസ്ലെസ് ഓഡിയോ ഉപയോഗിക്കുക. അതായത് കയ്യിരിക്കുന്ന ഹെഡ്ഫോൺ ഹൈറസ് ആണെന്ന് വെച്ചിട്ട് കയറി ഉപയോഗിക്കാൻ പോകരുത്. പക്ഷേ ഹെഡ്ഫോൺ ഹൈറസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാക്കും ഹൈറസ് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഡാക്കും ഉണ്ട്, ഹെഡ്ഫോണും ഉണ്ട്. പക്ഷേ നമ്മൾ ഓഡിയോ പ്രോസസ്സ് ചെയ്യുന്ന നമ്മുടെ മൊബൈൽ ഫോൺ എന്താണെന്നുണ്ടെങ്കിൽ അതിന് ഹൈറസ് ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത ആണെന്നുണ്ടെങ്കിൽ അവിടെയും കാര്യമില്ല. എല്ലാ ഡിവൈസുകളും ഹൈറസ് സപ്പോർട്ടാണെങ്കിൽ മാത്രമേ ഒരു ഹൈറസ് ഓഡിയോ യൂസ് ചെയ്യാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടൂല. എന്താ പറയുക, ഹൈറസ് ആ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടൂല. പിന്നെ അതുപോലെ നമ്മൾ കേൾക്കാനിരിക്കുന്ന സന്ദർഭങ്ങൾ, അതായത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഓൺ ദ ഗോയിൽ നിങ്ങൾ ലോസ്ലെസ് ഓഡിയോയിൽ കേൾക്കണമെന്നൊരു നിർബന്ധമില്ല. ബിക്കോസ് നമ്മൾ പാട്ട് അങ്ങനെ ഇതായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സമയമല്ല. നമ്മളൊരു ആ ഒരു മൂഡിൽ അങ്ങനെ കേട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ലോസ്ലെസ് വെച്ച് കേൾക്കണമെന്നൊരു നിർബന്ധമില്ല. കാരണം നമുക്ക് ആ ഒരു ഡിഫറൻസ് ഒന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ട്രാവൽ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ, ക്യാഷ്വലായിട്ട് ലിസൺ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഭയങ്കര ലൗഡ് നോയ്സ്, അതായത് നമ്മളൊരു ക്രൗഡിൻ്റെ ഒക്കെ നടുക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ ലോസ്ലെസ് വെച്ച് കേട്ടാൽ നമുക്ക് എന്താ പറയുക, ഒരു കാര്യമില്ല, നമുക്കത് മനസ്സിലാക്കിയ പോലും ഇല്ല. നോയ്സി എൻവയോൺമെൻറ്റിലൊക്കെ ഇരുന്നിട്ട് ലോസ്ലെസ് വെച്ച് കേൾക്കണമെന്നൊരു നിർബന്ധമില്ല. നമ്മൾ വളരെ നമ്മളുടെ ഒരു സേഫ് സോൺ അല്ലെങ്കിൽ നമ്മളൊരു കൺസ്ട്രെയിൻഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒക്കെ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ വളരെ റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ലോസ്ലെസ് വെച്ച് കേൾക്കുക. അപ്പോൾ നമുക്ക് ആ ലോസ്ലെസ് ഓഡിയോയുടെ ആ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. നമ്മൾ എന്താണ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കേൾക്കാൻ പറ്റും അതിൽ നിന്ന്. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരു ട്രാഫിക്കിൻ്റെ ഒക്കെ നടുക്ക് പോയി നിന്ന് ലോസ്ലെസ് പ്ലേ ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് ആ ലോസ്ലെസ്സിൻ്റെ ആ ഒരു അത് നമുക്ക് കിട്ടില്ല. ആ ഒരു ഡീറ്റെയിൽ റിട്രീവൽ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ അവിടെ ലോസി പ്ലേ ചെയ്യുന്നതും ലോസ്ലെസ് പ്ലേ ചെയ്യുന്നതും എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയും ഒരു കാര്യം വരുന്നുണ്ട് നമ്മൾ ഈ ഫോർമാറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ അതൊക്കെയാണ് ഓഡിയോ ഫോർമാറ്റ്സിനെ പറ്റിയിട്ടുള്ളത്. ഇതിൽ ഓരോ ഇൻഡിവിജ്വൽ ഫോർമാറ്റിനെ എടുത്തെടുത്ത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. കറൻ്റ്ലി ബേസിക്കായിട്ട് ഓഡിയോ ഫോർമാറ്റ്സിന് ബേസിക്കായിട്ട് ഈ സംഭവം മനസ്സിലാക്കി വെക്കുക. പിന്നെ 2 ടൈപ്പ് ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അതെവിടെയൊക്കെ കേൾക്കണം, എവിടെയൊക്കെ നമ്മളതിനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ സറൗണ്ട് ഫോർമാറ്റ്സ് ഉണ്ട്. ഇപ്പോൾ DTSഉം ഡോൾബിയും ഒക്കെ വേറെ ഫോർമാറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയേണ്ടി വരും. കാരണം അത് വേറൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. സറൗണ്ട് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇതിപ്പോൾ സ്റ്റീരിയോസിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം.